ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മളുടെ ചാനലിനകത്ത് ഇതുപോലെ ലൈവ് റീഡിങ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി പഴയ വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലവരെങ്കിലും കണ്ടു കാണും. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7-8 മാസമായിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചാനൽ തുടങ്ങി ഒരു 6-7 മാസം ഇത്തരത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ലൈവായിട്ട് തന്നെയാണ് റീഡിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം എൻ്റെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു ടൈം പീരീഡിലാണ് പിന്നീട് നമ്മൾ വോയിസ് ഓവർ എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയത്. മാത്രമല്ല കുറച്ചധികം വ്യൂവേഴ്സിനാണെന്നുണ്ടെങ്കിൽ കാർഡ്സ് ഷഫിൾ ചെയ്യുക, അതിൻ്റെ ഒരു ടൈം പോവുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എല്ലാവർക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിലും നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് പലരും പറയാറുണ്ടായിരുന്നു ഇടയ്ക്കെങ്കിലും ഇതുപോലെ ചെയ്യണം, ഇതുപോലെയുള്ള റീഡിങ് കാണാൻ ആഗ്രഹമുണ്ട്, വോയിസ് ഓവർ മാത്രം പോരാന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു തരത്തിൽ റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൗർണമിയാണ്. ഇന്ന് മുതൽ പൗർണമി തിഥി തുടങ്ങുകയാണ്, നാളെ വരെ ഉണ്ട്. അപ്പോൾ നാളെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഉച്ച വരെയൊക്കെ കാണും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പൗർണമി റിച്വലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കമൻസിലിടാൻ പറയാറുണ്ട്. നമ്മൾ ആ ഒരു പൗർണമി റിച്വൽ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിലും നാളെ ആണെന്നുണ്ടെങ്കിലും അതിന് പറ്റിയൊരു ടൈം നമുക്കിവിടെ കിട്ടുന്നില്ല. മാത്രമല്ല നമ്മൾ ആ ഒരു സമയത്ത് വീട്ടിലുണ്ടാവില്ല, ചിലപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പൗർണമി റിച്വലിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഓൾറെഡി എന്നോട് പലരും വന്ന് ചോദിച്ചു കഴിഞ്ഞു, പൗർണമി റിച്വലിൻ്റെ പേരിടട്ടെ എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നടത്താൻ പറ്റുന്നില്ല. ഈ ഒരു പ്രാവശ്യം നമുക്കത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, സമയമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വീഡിയോസിൻ്റെ കാര്യം കുറച്ചായിട്ട് കമൻസിൽ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാൽ ലൈവായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ നേരത്തെയുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. എനിക്ക് തോന്നുന്നു ചാനലിലൊരു 4-5 തവണയാണ് നമ്മളത് ചെയ്തിട്ടുള്ളൂ. കാരണം ഒരു പ്രത്യേക ടൈം പീരീഡിൽ കുറച്ചധികം ആൾക്കാർക്കെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ എനിക്ക് തോന്നുമ്പോൾ മാത്രമാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല. അങ്ങനെ നമ്മൾ ചെയ്തപ്പോഴൊക്കെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആ ഒരു പൗർണമിയുടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇവിടെ മൊത്തം ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു പുണ്യമാസമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു സമയം വളരെയധികം ആപ്റ്റാണെന്ന് തോന്നി. അപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലൈവായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഊർജ്ജം കുറച്ചും കൂടി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങനെ തന്നെ വരാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ മാനിഫെസ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ പലർക്കും ഉള്ളൊരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ സ്പെൽ വർക്ക് ആയിക്കോട്ടെ, അഫർമേഷൻസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്ത കുറേ പേർക്കൊന്നും റിസൾട്ട് കിട്ടാറുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് അത്രയും ഒരു ക്ലിയർ കട്ടായിട്ടിരിക്കുന്ന ഒരവസരത്തിൽ വേണം ചെയ്യാൻ. അതായത് നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആ ഒരു രീതിയിൽ ആ ഒരു ഊർജ്ജത്തിലിരിക്കുന്ന ഒരു സമയത്താണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ചിലവർ വളരെയധികം ഡിപ്രഷനിൽ നെഗറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഒരുപാട് വഴികളൊക്കെ പരീക്ഷിച്ച് മടുത്തു, എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് ചെയ്തേക്കാം എന്നും പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ നെഗറ്റീവ് ഊർജ്ജം കൊടുക്കുമ്പോൾ നമ്മൾക്ക് വരുന്നതും റിട്ടേൺ വരുന്നതും നെഗറ്റീവ് ഊർജ്ജം തന്നെയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ വേറെ ചില വ്യക്തികളുണ്ട്, മാനസികമായിട്ട് അവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കുറ്റബോധം ഉള്ളിനകത്തുണ്ട്. ചിലപ്പോൾ ഈ ഒരു എക്സ്ട്രാ മെരിറ്റൽ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളൊരു കാര്യം കാണാറുണ്ട്. അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് തന്നെ ഒരു ഗിൽറ്റ് ഫീൽ, അപ്പോഴും ഈ പറഞ്ഞ അവസ്ഥയാണ്. ഇനി മൂന്നാമതൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് പേഴ്സൺ വരണം എന്നുണ്ട്, പക്ഷെ വന്നു കഴിഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുമോ, ഒന്ന് നോക്കാം എന്നുള്ളൊരു രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാനസികാവസ്ഥകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരരുത്. നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട്, നമ്മളുടെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത്രയധികം കോൺഫിഡൻ്റ് ആണ്. എൻ്റെ റിലേഷൻഷിപ്പ് അത്രയും സത്യസന്ധമാണ്, ട്രൂത്ത്ഫുള്ളാണ്, ഞാൻ അതിനകത്ത് 100% ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നിരുന്നൊരു വ്യക്തിയാണ്. സോ എനിക്ക് അതിൻ്റെ റിസൾട്ട് വേണം, അതെനിക്ക് തരും യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജിയാണ് വരാൻ പോകണമെന്നുള്ള അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ അവരുടെ ഒരു ഫീലിങ്സ്, സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളോട് കുറച്ചും കൂടി ക്ലോസ് ആവാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഇല്ലാത്തവർക്ക് കോൺടാക്റ്റ് കിട്ടാൻ ഇപ്പോൾ ഒരു 48 hours
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 7 days മാജിക് മിറാക്കിളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള സമീപനം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് എപ്പോൾ കാണാൻ പറ്റുന്നു, സ്വസ്ഥമായിട്ട് നിങ്ങളുടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ കാണാൻ പറ്റുന്നു അപ്പോൾ കണ്ടാൽ മതി. ധൃതി പിടിച്ച് പല കാര്യങ്ങളുടെ ഇടയിൽ കൂടി കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ചെയ്യുന്നൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ ഒരു പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് കാണാം, വളരെ പ്ലസൻ്റ് ആയിട്ട്. ഇപ്പോൾ ചിലവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, അതൊന്നും അവിടെ വേണ്ട. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് 3 കാർഡ്സ് മതി. ഓക്കെ, ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, ഹാർട്ട് ഏക്ക് ആൻഡ് ലോസ്. ഈ 3 എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയും കാർഡ്സ് മതി. ഓക്കെ, 4 of Pentacles, 3 of Wands, Hermit, Queen of Cups, Star card, King of Cups, Knight of Cups, 5 of Swords, 2 of Swords, Queen of Pentacles, Page of Pentacles, Ace of Cups. ഇനി നമുക്ക് ഒരു ഓവറോൾ എനർജി എന്നുള്ള രീതിയിൽ ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, ഡിലിഗൻസ് ആണ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ അകത്ത് കുറച്ച് ലൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ബാൽക്കണിയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ, ഓഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ഈ ഒരു റീഡിങ് കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. എങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൈക്ക് നമ്മൾ എടുത്തിട്ടില്ല, മൈക്ക് കംപ്ലൈൻ്റ് ആണ്, അതാണ് ആക്ച്വലി കാര്യം. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്പ്രെഡ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറൻ്റ്ലി നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ഒരു സെപ്പറേഷനിലോ പോയിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിതമായിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയാൻ കാര്യം, നമ്മൾ സാധാരണമായിട്ട് റിലേഷൻഷിപ്പിനകത്ത് പാർട്ട്നേഴ്സ് രണ്ടുപേരും തമ്മിൽ വഴക്കോ കലഹങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് അവരുടെ രണ്ടുപേരുടെയും തീരുമാനങ്ങൾ, കൊച്ചു കൊച്ചു വഴക്കുകൾ, ഈഗോ ക്ലാഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് മൂലം റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് അകന്ന് മാറി നിൽക്കുന്ന 2 വ്യക്തികളെയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത്ര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം
നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, അല്ലെങ്കിൽ അത്രമേൽ സ്നേഹിച്ച് മുൻപോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. ഇപ്പോൾ ചില എനർജീസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് വരുന്നത് കൂടുതലും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് കൂടുതൽ ഒരു ഫീലിങ്സ്, അട്രാക്ഷൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ് അതിനകത്ത് വളരെ മുൻപേ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഒരു ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങൾ രണ്ട് പേരും ചിലപ്പോൾ അത്രമേൽ ആ ഒരു കോ ഡിപ്പെൻഡൻസി ഉള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോയൊരു റിലേഷൻഷിപ്പായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു അത്രയും എന്താ പറയുന്നത്, മാച്ചിങ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഈ ഒരു തടസ്സം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ആ ഒരു സ്ഥാനം മറ്റാർക്കും ഇതുവരെ കൊടുക്കാത്ത ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് തന്നെ നമുക്ക് മേജർ ആർക്കാനയിൽ നിന്ന് 2 കാർഡ്സാണ് ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഹെർമിറ്റ് എനർജി ആൻഡ് ഒന്ന് സ്റ്റാർ എനർജി. ഈ ഒരു 2 എനർജീസിനാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നൊരവസ്ഥയല്ല, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ആരെയും വിശ്വസിക്കാനായിട്ട് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നൊരവസ്ഥയല്ല, ഒരു വിക്ടിമിനെ പോലെ ഇരിക്കുന്നൊരവസ്ഥയാണ്. ആ ഒരു മാനസികാവസ്ഥയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇവിടെ ആ ഒരു ഹോപ്പുണ്ട്, റീകൺസിലേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ പ്രതീക്ഷ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരവസ്ഥ അതും ഇവിടെയുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവരെവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ നോട്ടം എന്ന് പറയുന്നത് നിങ്ങളെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നിങ്ങളാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്നേഹം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടും അവർ ആ ഒരു ഇമോഷൻസ് ഹൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്, പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ അകന്ന് നിൽക്കുന്നവരല്ല, നിങ്ങൾക്കിടയിൽ വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് സാഹചര്യമുണ്ട്, വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കേസസിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അതായത് വളരെ സ്നേഹത്തോടുകൂടി ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ ഒരു റിലേഷൻഷിപ്പ് കയറി വരിക. ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു വ്യക്തിയായിരിക്കും, വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഒരു നല്ല ജീവിത സ്വപ്നം കണ്ട് അതിലൂടെ പോയിരിക്കുമ്പോഴായിരിക്കും ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ കയറി വരുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, ലവറായിരിക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഴയ വ്യക്തി ജീവിതത്തിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നേരത്തെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ളൊരു വ്യക്തിയാണ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിവോഴ്സ് ചെയ്യാനൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ഒരു പഴയ വ്യക്തി കയറി വരുന്നു, അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷയായിട്ട് വരുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ, ഇവരെയൊക്കെ പറ്റി ഓർത്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്വീകരിക്കുന്നതായിരിക്കാം. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ബാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു തടസ്സം ഇതിനകത്ത് വന്നുപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യം അതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ തമ്മിൽ അകന്നു പോയതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകളാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ ലവ് ഈ ഒരു വ്യക്തിക്ക് അറിയാം. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പൊസസീവ്നെസ് പോലും അത്രത്തോളം വർക്ക് ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് എൻ്റെ പേഴ്സണെ ആരും നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ വ്യക്തി എന്ന് പറയുന്നത് എൻ്റേത് മാത്രമായിരിക്കും എന്ന് അത്രയും ഷാഠ്യത്തോടു കൂടി മനസ്സുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേരും വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു തേർഡ് ഐ ചക്ര ആൻഡ് ത്രോട്ട് ചക്ര,
ഈ 2 കാർഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു ഇന്നർ വിഷൻ്റെ കാർഡാണ്, ഒന്ന് ഒരു ഇന്നർ ഹിയറിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു അത് ഇതിനകത്ത് വർക്കാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വരുന്നവർ ചിന്തിക്കാൻ. കാരണം നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ആയിക്കോട്ടെ, അതായിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ നെഗറ്റീവായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ ഇതാണ്. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ്, നഷ്ടബോധത്തിലിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. ഹൃദയം കീറിമുറിക്കുന്ന വേദന ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അത്രത്തോളം ഡിപ്രസ്ഡ് ആണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം അത്രയേറെ ഈ ഒരു പേഴ്സൺ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാം, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും എന്തോ കാര്യം അവരെ പിന്നിലേക്ക് വലിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചതിയായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോഴുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലീനെ തന്നെ ബാധിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവരെ കൺഫ്യൂസ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു വശത്ത് അവരുടെ ഒരു മനസ്സ് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു സ്നേഹം എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ അത് എത്രയും വേഗം നടക്കണം, നിങ്ങളോട് സംസാരിക്കണം, പഴയതുപോലെ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സും, ഇപ്പുറത്ത് ചില ഉത്തരവാദിത്തങ്ങൾ, ചില സിറ്റുവേഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് വരാൻ പറ്റാതെ രണ്ട് വശത്തുനിന്ന് ഒരാൾ നടുക്ക് നിൽക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തു നിന്നും പിടിച്ച് വലിക്കുക എന്ന് പറയുമ്പോഴുള്ളൊരവസ്ഥ എന്താണ്, ആ ഒരു തരത്തിലാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് നമുക്കത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ഒരു ബലമുള്ളത് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ ഒരു ഫോക്കസ് ഉള്ളത്. ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണല്ല. ഫുള്ളി നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. വീണ്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും നിങ്ങളെ ഡ്രീം ചെയ്യുന്ന ഒരു പേഴ്സണാണ്, ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമാണ് അവരെ സ്റ്റക്ക് ചെയ്യിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ ഇറങ്ങിപ്പോരുക എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും പിന്നീട് ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങൾ എന്നുള്ളൊരു പേടിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം മാത്രമാണ് ഇവരിവിടെ സ്റ്റക്ക് ചെയ്യിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുക്കാൻ കഴിയാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ഫൈനലി വന്നിരിക്കുന്നത് പോലും ആ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ്, ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് ആണ്. അപ്പോൾ ഇത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്രമേൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജെനുവിൻ ലവ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത്. സാഹചര്യം അകറ്റിക്കളഞ്ഞ 2 പേരാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് കൂടെ ഇല്ലയെന്നുണ്ടെങ്കിലും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഓഫറായിട്ട് വരണം എന്നവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറെടുക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വിത്തിൻ 24 hours എന്ന് പറയുന്ന രീതിയിലല്ല, ആ ഒരു പേഴ്സൺ ഇച്ചിരി സമയം കൊടുക്കണം. കാരണം അവർക്കൊന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം നിങ്ങളിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാലും അവർക്കൊരു കുറ്റബോധം ഇല്ലാതെ നിങ്ങളോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സ് അത്തരത്തിലായിരിക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് സമയം നമ്മൾ സാവകാശം കൊടുക്കണം, ആ ഒരു സ്റ്റാർ എനർജി പോലെ തന്നെ. അപ്പോൾ ഒരു 7 days അല്ലെങ്കിൽ 7 weeks ഒക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് എടുത്തെന്ന് വരാം. പക്ഷെ ഒരിക്കലും നിങ്ങളെ വിട്ട് പോകുന്ന ഒരു എനർജി അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി വരും. കാരണം അവരുടെ മനസ്സിന് പോലും അവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. പലർക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അത്രത്തോളം അകന്നുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അകന്നു പോയി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഡിലിഗൻസ് എന്നുള്ള ഒരു എനർജി, അത് നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു പക്ഷി അത്രയും ഉയരത്തിൽ പറന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറന്ന് പൊങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അതിന് കൂടുതലൊരു ഫോക്കസ് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഒരുപാട് പൊങ്ങി അത് പറന്നു പോയി എന്നുള്ളൊരു തോന്നലുണ്ടായേക്കാം, അല്ലെങ്കിൽ അത് അത്രയും ആകാശത്തിലേക്ക് പോയി ലാൻഡിലില്ല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ അത് അത്രയും പൊങ്ങി പറക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല,
പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരാനാണ്, അതിനൊരു ഫോക്കസ് കിട്ടാനാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അകൽച്ചയും ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അനിവാര്യമാണ്, അതുകൊണ്ടത് വന്നു ചേർന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത് എന്താണ് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആ ഒരു ഫോക്കസോടുകൂടി അത് തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു അകൽച്ച ഉണ്ടായതുകൊണ്ട് ഓർത്തിട്ട് നിങ്ങളതിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ഒരു ഇന്നർ വിഷൻ, ഇന്നർ ഹിയറിങ്ങിനൊക്കെ ഇതിനകത്ത് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സ് ഇല്ല, നെഗറ്റീവാണ്, ഇതൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കറങ്ങി തിരിഞ്ഞ് വരുന്നത്. വരാനുള്ള സ്കോപ്പ് പോലും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു ഡിലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഫലം, നമ്മൾ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയിരുന്നവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 100/100 കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ചില സെപ്പറേഷൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ചില ലെസൺസ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനാണ്. ഈ ഒരു പേഴ്സണോടും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത പോലും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും. സ്പിരിച്വലി കൂടുതൽ അടുക്കുന്നത് ഈ ഒരു ടൈം പീരീഡിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം ഇവിടെ വ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോടൊപ്പം ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു അകൽച്ചയിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരൊട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. ഹാപ്പി ആയിട്ടിരിക്കാത്തത് വേറെ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടല്ല, നിങ്ങളെ പിരിഞ്ഞ് തോർത്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു 7 days 7 weeksനകത്തെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കോൺടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും അവരെ മാനസികമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക, ഫ്രീ ആയിട്ട് വിടുക. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഇവിടെയും ഇപ്പോൾ ലൈറ്റ് പോകാൻ തുടങ്ങി, കാരണം ഓൾമോസ്റ്റ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇരുട്ട് വീഴാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പൈസസ് ആണ്. പൈസസ് സോഡിയാക് സൈൻ. ആയില്യം, ഇടുക്കി, മലപ്പുറം, സ്കോർപിയോ സോഡിയാക് സൈൻ. letter O, April month, letter N, September month, Attam Nakshatram, May month, number 18, letter A, letter P, Gemini, letter B, B ആണ് കേട്ടോ. number 30, letter T, തൃക്കേട്ട നക്ഷത്രം. number 6, ഉത്രട്ടാതി. number 14, June month, letter M, പുണർദം നക്ഷത്രം. number 6, and finally number 26. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ നമുക്ക് പൗർണമി റിച്വലിൻ്റെ പേരും കമൻസ് ഞാൻ എടുക്കുന്നില്ല, കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് നിങ്ങളുടെ നിന്ന് മേടിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ എനിക്കൊരു കടമായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാമല്ലോ, ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയുന്നൊരു കാര്യമാണ്. അത്രയും പോസിറ്റീവായിട്ട് തന്നെ ഇനിയിപ്പോൾ നാളെ വരെ ഉണ്ട് അതിൻ്റെ ഒരു തീയതി.
ഇപ്പോൾ നാളെ രാവിലെ എണീറ്റ് കുളിക്കാനാണെന്നുണ്ടെങ്കിലും അല്ല വളരെ പോസിറ്റീവായിട്ടിരിക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്ലേസസിലൊക്കെ പോകാൻ പറ്റിയൊരു ടൈമാണ്. വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ്. വളരെ സൗമ്യമായിട്ടിരിക്കാൻ, സമാധാനത്തോടെ ഇരിക്കാൻ, നെഗറ്റീവ് ചിന്താഗതികൾ മാക്സിമം ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റീഡിങ്ങിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി നിങ്ങളിൽ ആരുടെ ആണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ ഓൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലരും സ്നേഹം ഇല്ലെങ്കിലും അഭിനയിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു തീവ്രമായിട്ടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു പ്രകൃതിയിലിരുന്നാണ് റീഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെളിച്ചവും ഇരുട്ടുമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.